അപ്പോഴേ നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങിയാല. വേറെ ആരുടെയല്ല, എൻ്റെ കഥ തന്നെയാണ്. ഇതിൽ കഥാപാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. പല സാഹചര്യത്തിൽ, പല രീതിയിൽ, പല രൂപത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളവരും, എന്താ പറയുക, ഇവള് വേണ്ടേതാനും എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട്. നീ ജനിച്ചപ്പോൾ തൊട്ടുള്ള പണിയാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നീ എൻ്റെ മുത്താണ്, നീ എൻ്റെ പൊന്നാണ്, നീ വന്നപ്പോഴാണ് എൻ്റെ ഹാപ്പിനെസ് ഉണ്ടായെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇന്നത്തെ കഥയല്ല, ഇത് 10-30 കൊല്ലം വഴക്കമുള്ള കഥയാണ്. എങ്ങനെ 90 തുടങ്ങി 2026 വരെയുള്ള കഥ. അപ്പോൾ കഥ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എനിക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ലാന്നേ. അപ്പോൾ നമുക്ക് കഥ പറഞ്ഞാലാ. കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ കരയും, ചിലപ്പോൾ ഞാൻ ചിരിക്കും. ആരും എന്നെ ട്രോളരുത്. പിന്നെ വല്ലാണ്ട് കഥ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. എന്നാലും ഞാനിവിടെ നിന്ന് തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ഒരു വ്ളോഗർ എന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ ഒന്ന് ട്രോളാറുണ്ട്. എന്നാലും ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തിരക്കി കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജോലിയുടെ ഏറ്റവും പീക്കായിട്ടുള്ള ടൈമാണ്. സമയം ഉണ്ടാവോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ തുടങ്ങുകയാണ്. കട്ടയ്ക്ക് നിൽക്കാൻ എൻ്റെ കൂടെ നിങ്ങളുണ്ടാ, സുരേട്ടനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡണ്ണ്, ഞാൻ വരൂട്ടാ. ഇന്ന് തുടങ്ങി അല്ല, നാളെ തുടങ്ങി കഥ ഇടാം. ഇപ്പം തുടങ്ങിയിട്ടല്ല, എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട്, അല്ല ജനിച്ചപ്പോൾ തുടങ്ങി അമ്മയും പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം തുടങ്ങി ഇപ്പം വരെയുള്ളത്. എത്ര ദിവസം നീളുന്നോ, എത്ര ദിവസം ഉണ്ടാവുന്നോ ഒന്നും പറയണില്ല. കഥ പറയാൻ ഞാൻ റെഡിയാണ്. ഒന്ന് കേൾക്കണേ. പൊട്ടത്തരങ്ങളുണ്ടാവും, ചിലപ്പോൾ നല്ലതുണ്ടാവും. മണ്ടത്തരങ്ങൾ മാത്രമാവും, ചിലപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടാവും. കുറേ ചിരിക്കാനുണ്ടാവില്ല. എനിക്ക് തമാശ പറയാൻ അറിയില്ല. തമാശ പറഞ്ഞ് ഒറ്റയ്ക്ക് ചിരിക്കാൻ എനിക്കറിയുള്ളൂ. അപ്പം കഥയായിട്ട് വരട്ടെ.